ന്യൂ കേപ്പ് ബാൻഡായ സോൾ എന്ന ഗ്രൂപ്പ് അവരുടെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസിൽ തന്നെ അവർ അൺസക്സസ്ഫുൾ ആകുന്നു. ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന നമ്മുടെ നടി അവരെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾക്കതിന് സാധിക്കുന്നില്ല. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രൂപ്പിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഈ കഥയുടെ കാണിക്കുന്നത്. തുടക്കത്തിൽ കാണിക്കുന്നത് 4 പേരടങ്ങുന്ന ഒരു കേപ്പ് ബാൻഡിനെയാണ്. അവരുടെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ബാക്ക് സ്റ്റേജിൽ ഒരു പയ്യൻ വയ്യാതെ നിൽക്കുന്നത് കാണാം. അവൻ്റെ അടുത്തായി അവൻ്റെ ഫ്രണ്ട് വന്നിട്ട്, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് പനിയാണെന്ന് അറിഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പോൾ റെസ്റ്റ് എടുത്തോ, നിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നോളാം എന്ന് പറയുകയാണ്. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ടായതും ഫാൻസ് എല്ലാവരും അവരുടെ പെർഫോമൻസ് കണ്ട് എൻജോയ് ചെയ്യുന്നു. ഇതിനിടയിൽ 2 സ്റ്റാഫ്സ് അവർ സംസാരിച്ചിരിക്കുന്ന ടൈമിൽ ആ ഒരാളുടെ കയ്യിൽ നിന്ന് ബാറ്ററി വീഴുകയും ആ ബാറ്ററി ചവിട്ടിയ ഗ്രൂപ്പിലെ മെമ്പർ മുന്നിൽ നിന്ന് വെച്ച ആളെ തള്ളിയിടുകയും അയാൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. പക്ഷേ മെമ്പേഴ്സ് ആരും അയാളെ സഹായിക്കുന്നില്ല. ഇത് കണ്ട ഫാൻസ് ആണെങ്കിൽ ഒന്ന് ഷോക്കാവുകയാണ്. മെമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ ഡാൻസ് പിന്നെയും തുടരുന്നു. പക്ഷേ എല്ലാവരും ഒന്ന് നിശബ്ദമായി നിൽക്കുകയാണ്. മെമ്പേഴ്സ് എന്തിനാണ് പെർഫോമൻസ് പിന്നെയും സ്റ്റാർട്ടാക്കിയത്? ആരെന്താ അയാളെ രക്ഷിക്കാത്തത്? അടുത്ത സീനിൽ സോൾ ഗ്രൂപ്പിലെ ഒരു മെമ്പറെ എല്ലാ മീഡിയാസും വളഞ്ഞുകൂടിയെന്ന് ചോദ്യം ചെയ്യുകയും ന്യൂസ് ചാനലുകളാണെങ്കിൽ K-പോപ്പിനെ പറ്റിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇവിടെ സോൾ ഗ്രൂപ്പിൻ്റെ കമ്പനിയിലെ CEO ഞാൻ എല്ലാം ശരിയാക്കും, എല്ലാ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് മീഡിയസിന് ഉറപ്പ് നൽകുന്നു. ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ന്യൂ കേൾ ഗ്രൂപ്പ് അവരുടെ എല്ലാ ഷെഡ്യൂൾസും അവരുടെ പ്രോഗ്രാംസും ക്യാൻസലാക്കിയെന്നുള്ള വിവരം അവരറിയുന്നു. ഇത് കേട്ടോട്ട് നിൽക്കുന്ന നമ്മുടെ നടി യുൻസാങ് പെട്ടെന്ന് അവൾ ഡാൻസ് ക്ലാസ്സിലെത്തുകയാണ്. കാരണം അവളിപ്പോൾ ഒരു ട്രെയിനിയാണ്. ഇതെല്ലാം കണ്ടത് അവളുടെ ഫ്യൂച്ചറായിരുന്നു. ഞാൻ പിന്നെയും കണ്ടോ ഇത്? ഈ നടക്കുന്നതല്ല എനിക്ക് പിന്നെ വലിയ കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടുത്തെ ഒരു കലണ്ടറിൽ നോക്കുകയാണ്. ഇനി സോൾ ഗ്രൂപ്പിൻ്റെ കോൺസെർട്ട് തുടങ്ങാൻ ഒരു ദിവസം കൂടി ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് നിന്ന് അവൾ അവളുടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ഇതിനിടയിൽ ആ ഗ്രൂപ്പിലുണ്ടായ ഒരു പെൺകുട്ടി കാല് തന്നെ വീഴാൻ പോയതും നമ്മുടെ നടി അവളെ പിടിക്കുകയാണ്. കാരണം ഇതും അവൾ ഫ്യൂച്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവളുടെ മൊബൈലിലേക്കായി ഒരു മെസ്സേജ് വരികയാണ്. നിങ്ങളുടെ മുത്തശ്ശി 2 മാസമായി ഹോസ്പിറ്റൽ ബില്ല് അടിച്ചിട്ട്, അതിപ്പോൾ എടുക്കും. സോറി സാർ, ഈ മാസം ലാസ്റ്റ് തന്നെ ഞാൻ അതടച്ചോളാം എന്ന് പറയുകയാണ്. യുൻസാങ് മനസ്സിൽ, ഇന്നാണ് ആ ദിവസം, ഇന്നെൻ്റെ കഴിവ് എന്താണെന്ന് എല്ലാവരും അറിയും എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് സോൾ ഗ്രൂപ്പിനെയാണ്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഫാൻസ് നിൽക്കുന്നുണ്ട്. ഇന്നാണ് ആ ദിവസം, അവരുടെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ്. അങ്ങനെ അവരുടെ കാർ പുറപ്പെടുകയാണ്. ഒരു സിഗ്നൽ എത്തിയതും അവരുടെ കാറൊന്ന് സ്റ്റോപ്പായി. പെട്ടെന്ന് മാസ്ക് ഒക്കെ വെച്ച ഒരാൾ കാറിൻ്റെ വിൻഡോയിലായി ഓരോന്നൊക്കെ എഴുതി ഒട്ടിക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ മെമ്പേഴ്സാണെങ്കിൽ ഒന്ന് സ്റ്റോക്കാവുകയാണ്. ഇതാരാണ്? ഇയാളെന്താ ഈ എഴുതി ഒട്ടിക്കുന്നത്? നിങ്ങൾ ഈ ഒരു മ്യൂസിക് ഷോക്ക് പോകരുത്, ബാക്ക് ഡാൻസറിന് അപകടം ഉണ്ടാവും എന്നൊക്കെയാണ് ആ ഒരു പേപ്പറിൽ എഴുതിയേക്കുന്നത്. ഇത് കണ്ടതും പെട്ടെന്ന് ഡ്രൈവർ, നിങ്ങൾ അതൊന്നും മൈൻഡാക്കണ്ട, നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ മെമ്പേഴ്സ് അതൊന്നും മൈൻഡാക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. ഈ മാസ്ക് ഇട്ട ആളാണെങ്കിൽ അത് വേറെ ആരല്ല, നമ്മുടെ യുൻസാങ് ആയിരുന്നു. പിന്നെ കാണിക്കുന്നത് 2 വർഷത്തിന് ശേഷം നമ്മുടെ യുൻസാങ്ങിനെയാണ്. അവൾ ആരെയും പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അവൾ മിസ്റ്റർ കിം എന്ന് പറയുന്ന വ്യക്തിയായി സംസാരിക്കുകയാണ്. ഈ സോയിങ്ങിനെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇതുവരെ അയാളെ കണ്ടില്ല എന്ന് പറയുകയാണ്. എയർപോർട്ടിൽ തന്നെ ഉണ്ടായ ഒരു പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഈ കഥയിലെ ഹീറോ. നമ്മുടെ യുൻസാങ് ആണെങ്കിൽ സോഹിങ്ങിനെ കാണുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് ചെന്ന്, ഹായ് സാർ, നിങ്ങൾ കുറേ നേരമായോ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഞാൻ സ്റ്റാർ ലൈറ്റിലെ മാനേജറാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തുകയാണ്. അവിടെ നിന്ന് വെച്ചാൽ ചെറിയ പെൺകുട്ടിയാണെങ്കിൽ യുൻസാങ്ങിനെ കണ്ടതും അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്ന് സോങ് ഹ്യൂങ് അവളുടെ അടുത്തായിട്ട് പറയുകയാണ്, ഇത് നമ്മളുടെ ഫസ്റ്റ് മീറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതിന് മുന്നേ ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്നെയോ? ചിലപ്പോൾ K-pop ഐഡൽ സീസൺ 1 കണ്ടിട്ടുണ്ടാവും. ഞാനതിലുണ്ടായിരുന്നു? ഇല്ല, അതിലല്ല. എന്നാൽ ചിലപ്പോൾ ഞാൻ മ്യൂസിക് ലൈവിലുണ്ടായിരുന്നു, അതിൽ സെമി ഫൈനലായിരുന്നു. അന്ന് ചിലപ്പോൾ നിങ്ങൾ അതിലായിരിക്കും എന്നെ കണ്ടേക്കുന്ന. ഇല്ല, മംഗോളിയയിൽ കൊറിയൻ ചാനൽസ് ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ K-pop ഷോസൊന്നും അങ്ങനെ അധികം കാണാറില്ല എന്ന് അവളുടെ അടുത്ത് പറയുകയാണ്. സോഹിങ് ആണെങ്കിൽ ഒരു പ്രൊഡ്യൂസറാണ്. യുൻസാങ് ആണെങ്കിൽ 3 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം ഓർക്കുകയാണ്. സ്റ്റാർ ലൈറ്റിൽ ഒരാളെ കാണാനാണ് അവൾ വന്നത്. പെട്ടെന്ന് അവളുടെ അടുത്തായിട്ട് ഒരു ലേഡി വന്നിട്ട്, ഹ്യൂജുൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നീ ഒരു K-pop ട്രെയിനിയാണെന്ന്. അതെ, 7 വർഷമായി ഞാൻ K-pop ട്രെയിനിയായിരുന്നു. പിന്നെ നീ എന്തിനാണ് നിൻ്റെ ടാലൻറ്റ് ഇങ്ങനെ കളഞ്ഞു വിളിച്ചത്? അത് പിന്നെ മാം എന്ന് പറഞ്ഞ് അവൾ മിണ്ടാതൊക്കെയാണ്. അവൾ മനസ്സിലാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇവിടെ വല്ല മാനേജറായിട്ട് ജോബ് കിട്ടിയാലോ എന്നവൾ ആലോചിക്കുകയാണ്. പെട്ടെന്ന് ആ ലേഡിയാണെങ്കിൽ, നിനക്ക് ഇവിടുത്തെ മാനേജർ ആകാൻ പറ്റുമോ, ഇവിടുത്തെ മെമ്പേഴ്സിനൊക്കെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സീൻ ചേഞ്ച് ആയതും നമ്മുടെ യുൻസാങ്ങിനെയാണ് കാണിക്കുന്നത്.
പെട്ടെന്ന് സീഹുങ് ആണെങ്കിൽ ഏയ് താനെന്താ അവിടെ ആലോചിക്കുന്ന വന്നില്ലേ എന്ന് പറയുകയാണ്. അവരങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതും യാത്രക്കിടയിൽ നമ്മുടെ യുൻസാങ് സോഹിങ്ങിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. നിങ്ങൾ 13 വർഷമായോ മംഗോളിയയിൽ? ഇല്ല, ഞാൻ 12 വർഷം വരെയായിരുന്നു മംഗോളിയയിൽ. അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് അവളെ മിസ്റ്റർ കിം വിളിക്കുകയാണ്. നീ സോങ് ഹ്യൂങ്ങിനെ കണ്ടായിരുന്നോ? ആ, ഞങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ആ, വരുമ്പോൾ നീ സോൾ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കൂടെ കൊണ്ടുവരണം. പെട്ടെന്ന് യുൻസാങ് ആണെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാണ്. മിസ്റ്റർ കിം ആണെങ്കിൽ ഇവളെ നിർബന്ധിക്കുകയാണ്. ഇത് നിൻ്റെ ജോബാണ്, നീ എന്തായാലും അവരെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് യുൻസാങ് ആണെങ്കിൽ സോങ് ഹ്യൂങ്ങിൻ്റെ അടുത്തായിട്ട് പറയാണ്. എനിക്ക് സോൾ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കൂടി പിക്ക് ചെയ്യണം. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ ഇതിനു മുമ്പ് സോൾ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ കണ്ടിട്ടുണ്ടോ എന്ന് യുൻസാങ് സോങ് ഹ്യൂങ്ങിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. സോങ് ഹ്യൂങ് ആണെങ്കിൽ ഒന്ന് ആലോചിക്കുകയാണ്. അടുത്ത സീനിൽ ഒരു റെസ്റ്റോറൻറ്റിൽ യുൻവുവിൻ്റെ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കപ്പിൾസ്. അതിൽ പെണ്ണാണെങ്കിൽ ആ ഒരു നടനെ പറ്റി പുലർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കേട്ട നമ്മുടെ സോൾ ഗ്രൂപ്പിലെ ലീഡർ ടിയോ അവനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തിരുന്ന് യുൻവുവിൻ്റെ കുറ്റങ്ങളെല്ലാം പറയുകയാണ്. അവളാണെങ്കിൽ ഇവൻ പറയണമെന്ന് കേൾക്കുന്നില്ല. അവൾ സപ്പോർട്ട് ചെയ്യുന്നത് മൊത്തം യുൻവുവിനെയായിരുന്നു. ടെയു ആണെങ്കിൽ നീ എന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പോണേനോ? അതെ, ആദ്യമൊക്കെ നീ എൻ്റെ ഫാനല്ലായിരുന്നോ? പിന്നെ ഇപ്പം എന്ത് പറ്റി? ആദ്യം ഞാൻ നിൻ്റെ ഫാനായിരുന്നു, പക്ഷേ ഇപ്പം അല്ല എന്നും പറഞ്ഞ് അവൾ ബ്രേക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ടിയോ ആണെങ്കിൽ അവളുടെ പിന്നാലെ ചെല്ലുകയാണ്. യുൻസാങ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ടിയോനെ കൂട്ടിക്കൊണ്ടു പോകാൻ. അങ്ങനെ അവൾ മൊബൈലിൽ അവനെ വിളിക്കുന്നു, പക്ഷേ അവൻ കോൾ എടുക്കുന്നില്ല. ടിയോ ആണെങ്കിൽ ഗേൾ ഫ്രണ്ടിൻ്റെ പിന്നാലെ ചെന്ന് അവളുടെ അടുത്ത് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ അവൾ അവനെ റിജക്റ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മുടെ യുൻസാങ്ങും സോയിങ്ങും കാണുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് ടിയോ നമ്മുടെ യുൻസാങ്ങിൻ്റെ ഒപ്പം സോയിങ്ങിൻ്റെ ഒപ്പം കാറിലിരിക്കുന്നതായിട്ടാണ്. ടിയോയുടെ ഗേൾ ഫ്രണ്ട് ബ്രേക്കപ്പ് ആക്കി പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ടിയോ സാഡാവുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുൻസാങ്ങിനാണെങ്കിൽ വളരെയധികം ഇറിറ്റേറ്റ് ആവുന്നതാണ്. ടിയോ പെട്ടെന്ന് സീറ്റിൽ ഉണ്ടായ ഒരു ക്യാമറ കണ്ട് പേടിക്കുകയാണ്. അല്ല, ഇതാരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ? നീ പേടിക്കേണ്ട, അത് ഓഫാണ്. അത് ഇന്നലെ ഒരു ലൈവ് ഉണ്ടായി, അത് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് മാറ്റാൻ മറന്നുപോയി. ഓ അങ്ങനെ. പെട്ടെന്ന് നമ്മുടെ ടിയോ സോഹിങ്ങിനെ കാണുകയാണ്. അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന്. പക്ഷേ അവൻ ഹെഡ്ഫോൺ വെച്ച് വെക്കണമുണ്ട്, അത് കേൾക്കുന്നില്ല. ടിയോ ആണെങ്കിൽ ആ ചോദ്യം നേരെ നമ്മുടെ യുൻസാങ്ങിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ യുൻവുവിനെയാണ്. യുൻവു നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്ഥലത്താണ്. ഡയറക്ടർ വന്നിട്ട് അവൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യാൻ പറയുകയാണ്. പക്ഷേ അവിടെ നിന്ന് വെച്ചൊരു പയ്യനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവൻ്റെ ക്യൂട്ട് ഫേസ് വെച്ചിട്ട് ആരും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുമെന്ന്. പെട്ടെന്ന് യുൻവു ആണെങ്കിൽ അതെ, എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അറിയില്ല എന്ന് പറയുകയാണ്. എല്ലാവരും ആണെങ്കിൽ നമ്മൾ ക്യൂട്ട് യുൻവുവിൻ്റെ സ്മൈൽ കണ്ടത് എല്ലാവരും അവിടെ ഫ്ലാറ്റ് ആവുകയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ യുൻസാങ് യുൻവുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് നിൽക്കുന്നു. പെട്ടെന്ന് സോയുങ് വന്നിട്ട് നിനക്ക് സോൾ ഗ്രൂപ്പിൻ്റെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നീ കാറി വെച്ച് പറയണത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സോങ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നീ പേടിക്കണ്ട, ഇതൊന്നും ഞാൻ ആരുടെ അടുത്തും പറയില്ല എന്ന് പറയുന്നതാണ്. പെട്ടെന്ന് അവിടെ യുൻവു വന്നിട്ട് നീയാണോ ഞങ്ങളുടെ പുതിയ മാനേജർ? അവർ അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടത്. നമ്മുടെ യുൻസാങ് ആണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ യുൻവു അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് യുൻസാങ് മിററിലൂടെ കാണുന്നു. പെട്ടെന്ന് അവൾ ആ മിറർ അവിടെ നിന്ന് മാറ്റുന്നു. നമ്മുടെ ടിയോ ആണെങ്കിൽ ജാപ്പനീസിലൂടെ യുൻവുവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ സോങ് ഹ്യൂങ് അവൻ്റെ അടുത്ത് അതിൻ്റെ അർത്ഥങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ പറഞ്ഞു കൊടുക്കുന്നില്ല. യുൻവു ആണെങ്കിൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഐറിപ്പിനെയാണ്. അവൻ സ്കൂൾ കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ കുറച്ച് പയ്യന്മാർ അവൻ്റെ ഇയറിങ്സിനെ പറ്റി കളിയാക്കുകയാണ്. അവനാണെങ്കിൽ അതൊന്നും മൈൻഡാക്കാതെ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് ഒരു പെൺകുട്ടി ഇവരുടെ അടുത്ത് വന്നിട്ട് നിനക്കൊക്കെ എന്താടാ ജലസായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവന്മാരാണെങ്കിൽ ഞങ്ങൾ എന്തിനാ ജലസാക്കണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. കാറിലിരുന്നുകൊണ്ട് നമ്മുടെ ഐറീബ് സോങ് പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ടിയോ ആണെങ്കിൽ നീ പാടുന്നത് ശരിയല്ല, നീ പാടുന്നത് തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഐറീബിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ യുൻസാങ്ങിനാണെങ്കിൽ മിസ്റ്റർ കിമ്മിൻ്റെ കോൾ വരുന്നു. അവൾ മൊബൈലിൽ സ്പീക്കർ ഓണൊക്കെയാണ് സംസാരിക്കുന്നത്. മിസ്റ്റർ കിം ആണെങ്കിൽ ഇന്ന് ഫെസ്റ്റിവലിലെ സോൾ ഗ്രൂപ്പിൻ്റെ ലാസ്റ്റ് പെർഫോമൻസാണ് എന്ന് പറഞ്ഞതും പെട്ടെന്ന് നമ്മുടെ സോൾ ഗ്രൂപ്പ് ഒന്ന് ഷോക്കാവുകയാണ്. കൂട്ടത്തിൽ നമ്മുടെ യുൻസാങ്ങും. അങ്ങനെ ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് ഇവരെത്തി. ടിയോ ആണെങ്കിൽ യുൻവുവിൻ്റെ അടുത്ത് കള്ളം പറയുകയാണ്. ഞാൻ ഇന്ന് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഒപ്പം റെസ്റ്റോറൻറ്റിലിരിക്കുന്ന ടൈമിൽ നിൻ്റെ ഡ്രാമ കണ്ടായിരുന്നു. എല്ലാവരും മോശം അഭിപ്രായം പറയുന്നത്, ബട്ട് എനിക്ക് ആക്ടിങ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ്. ഇവിടെ യുൻസാങ്ങും സോഹിങ്ങും ആണെങ്കിൽ സോൾ ഗ്രൂപ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോൾ ഗ്രൂപ്പാണെങ്കിൽ ഇന്ന് നമുക്ക് നല്ലോണം പെർഫോമൻസ് ചെയ്യണം, എല്ലാം ഫാൻസിനെ ഇമ്പ്രസ് ചെയ്യണം എന്ന് പറയുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ടിയോ ആണെങ്കിൽ ഇന്ന് എനിക്കും എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഇടയിലും ബ്രേക്കപ്പ് ഉണ്ടായി, പക്ഷേ അവൾ നമ്മുടെ ഫോട്ടോഗ്രാഫറും കൂടിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ആരാകും എന്നൊക്കെ അവർ സംസാരിച്ചിരിക്കുന്ന ടൈമിൽ നമ്മുടെ സീഹുങ് വന്നിട്ട്
എൻ്റെ കയ്യിൽ ക്യാമറയുണ്ട്, വേണമെങ്കിൽ ഞാനാവാം നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ യുൻവോയും ടിയോ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ സോഹുങ് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. പെട്ടെന്ന് യുങ്സാങ് വന്നിട്ട് നിങ്ങൾ എന്തായി തല്ലുടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുകയാണ്. പക്ഷേ നേരെ തിരിച്ച് ഇവന്മാർ ഇവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. കാരണം ഇവിടെ റിഹേഴ്സൽ ചെയ്യുകയായിരുന്നു. ഓൾ മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ക്യാൻഡിനേറ്റ് ക്യാമറയും കൂടി വെച്ചാലോ എന്നൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ ക്യാമറ ഇല്ല. പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഇവരെ വിളിക്കുകയാണ്. യുങ്സാങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന പെൻ ഡ്രൈവ് ഒടിഞ്ഞുപോയി. അതിലാണെങ്കിൽ സോൾ ഗ്രൂപ്പിൻ്റെ സോങ് ഉണ്ടായിരുന്നു. യുങ്സാങ് ആണെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് കുറച്ചും കൂടി ടൈം തരുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അവരതിനെ സമ്മതിക്കുന്നില്ല. സോൾ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരത് കൊടുക്കുന്നുമില്ല. സോഹിങ് ആണെങ്കിൽ അവിടെ വന്നിട്ട് പ്രോഗ്രാം നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇവരുടെ മ്യൂസിക് പ്ലേ ചെയ്തോളാം എന്ന് പറയുകയാണ്. പെട്ടെന്ന് ഇത് കേട്ട നമ്മുടെ യുങ്സാങ് ആണെങ്കിൽ സോൾ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ എന്തായാലും സ്റ്റേജിലേക്ക് ചെല്ല് എന്ന് പറയുകയാണ്. അങ്ങനെ പെർഫോമൻസിൻ്റെ ഇടയിൽ നമ്മുടെ ടിയോ സാഡായി ഫാൻസിൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്, ഞങ്ങൾ ഇന്ന് ഡിസ്ബാൻഡ് ആവും എന്നൊക്കെ പറഞ്ഞ് അവൻ സാഡാവുകയാണ്. ഇത് കണ്ട യുൻസാങ് ആണെങ്കിൽ ആക്ഷൻ കൊണ്ട് നിങ്ങൾ ഇന്ന് ഡിസ്ബാൻഡ് ആവില്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പെർഫോമൻസ് പിന്നെ തുടരുന്നു. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും. പിന്നെ ചില മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ നമ്മുടെ സോഹിങ്ങിൻ്റെ പേര് ഇടയ്ക്ക് എനിക്ക് മിസ്റ്റേക്ക് ആവുന്നില്ല. ചിലപ്പോൾ സീഹിങ് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും മാറ്റാൻ നോക്കാം.